ഹായ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ എന്താണ് സർപ്രൈസ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റാണ് നമ്മൾ നേടിയത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു ആട്ടോ എടുത്തിട്ടുണ്ട്. പെട്ടി ആട്ടോ, മീനൊക്കെ കൊണ്ടുവന്നിട്ടേക്കില്ലേ, അങ്ങനത്തെ ഒരു ആട്ടോ എടുത്ത്. അത് ഞങ്ങൾക്ക് ഇവിടെ ആട്ടിൻ്റെ ബിസിനസ് ആയതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ നിലവിലുള്ള ആട്ടോയിൽ ഇപ്പോൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ ടെസ്റ്റ് ആയപ്പോഴത്തേക്കും സീറ്റൊക്കെ അടിച്ച് റെഡിയാക്കി വന്നപ്പോൾ അതിൽ സ്പേസ് കുറഞ്ഞു, അതുകൊണ്ട് അതിലിപ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളൊരു ആട്ടോ എടുത്തു. അത് ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് തന്നെയാണ്. നല്ല സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമേ അത് കണ്ടിട്ട് വരും. നമ്മൾ ആട്ടോ എടുത്തത് കാര്യേറ്റ് ഷോറൂമിൽ നിന്നാണ്. ഓതറൈസ്ഡ് ആപ്പേൻ്റെ ഷോറൂമാണ്. അപ്പോൾ കാര്യേറ്റ് ഷോറൂമിൽ നിന്നാണ് എടുത്തത്. രാവിലെ തന്നെ ഇറങ്ങിയായിരുന്നു. നമ്മളൊരു 9 മണി ആയതിന് മുമ്പ് ഇറങ്ങിയായിരുന്നു. ഞാൻ നേരെ എന്നിട്ട് ആട്ടോ എടുത്തതിന് ശേഷം നേരെ അങ്ങ് ക്ലാസ്സിന് പോകാമെന്ന് പറഞ്ഞ് വന്നതാണ്. നിങ്ങൾ കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കരുത്. കൊച്ചിനെയും ഹസ്ബൻഡിനെ കൊടുത്ത്, എൻ്റെ ബാഗ് ഹസ്ബൻഡിനെ കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ നടക്കുകയെന്ന് വിചാരിക്കരുത്. എൻ്റെ കയ്യിൽ 2 ഹെൽമെറ്റ് ഉണ്ട്. ബാഗ് ഞാൻ ഇടാമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ കേട്ടില്ല. ചേട്ടൻ തന്നെ വെച്ചേക്കാമെന്ന് പറഞ്ഞിട്ടതാണ്. അല്ലാതെ ഞാൻ ചുമപ്പിച്ചതേ അല്ല. അതുപോലെ ഓൾറെഡി കുറച്ച് വെയിറ്റ് കൂടുതലായിരുന്നു. എന്നാൽ കുറച്ച് സാധനങ്ങൾ അധികം കൊണ്ടുപോകണമായിരുന്നു. അങ്ങനെ കുറച്ച് വെയിറ്റ് കൂടുതലുണ്ടായിരുന്നു. ചേട്ടൻ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ കാര്യമായിട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് മുമ്പിലോട്ട് നടക്കണമായിരുന്നു. അങ്ങനെ നടക്കുകയാണ്. മക്കള് കണ്ടാ പൂച്ചയെ കണ്ടാ മക്കള്? ഓ, അതിനെ നടന്ന് പൊക്കോണ്ടിരിക്കാൻ നേരത്താണ് ഓന്തിനെ കണ്ടത്. അതിനെ കണ്ടെന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു. ഇനി ഉള്ള എണ്ണി അതിനെ കാണിക്കാമെന്ന് പറഞ്ഞ് തിരിച്ചു വന്നാണ് ഓന്തിനെ കണ്ടത്. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് നടക്കണമായിരുന്നു. തോനെ നടക്കണമെങ്കിലും കുറച്ച് നടക്കണമായിരുന്നു. അങ്ങനെ നടന്ന് നമ്മൾ ആപ്പേൻ്റെ ഷോറൂമിലെത്തി. അവിടെ കുറേ വണ്ടികളുണ്ടായിരുന്നു. ഓൾറെഡി ഒരു 3 വണ്ടി അവിടെ വന്ന് കിടപ്പുണ്ടായിരുന്നു. നമ്മൾ 5.5 അടീൻ്റെയാണ് എടുത്തത്. 5 ഉണ്ട്, 5.5 ഉണ്ട്, 6 ഉണ്ട്. അതിൽ നമ്മൾ 5.5 അടിയാണ് എടുത്തത്. അത് ചേട്ടൻ ഇവിടുത്തെ വർക്ക്ഷോപ്പിലെ മേശിരിനെയും കൊണ്ടുപോയി വേളിയിൽ പോയാണ് ഓട്ടോ സെലക്ട് ചെയ്തത്. കാരണം എൻജിൻ്റെ പ്രശ്നവും എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് സെലക്ട് ചെയ്തത്. ഇതിൽ 2ാമത് കിടക്കുന്നതാണ് നമുക്കുള്ള ഓട്ടോ. വേളിയിലാണ് പോയി, കാരണം ഇത് വരുന്ന ബോട്ടിലാണ് വന്നിറങ്ങുന്നത്. അപ്പോൾ വേളിയിൽ ഡയറക്റ്റ് പോയാണ് എടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് വണ്ടിയൊക്കെ ഒന്ന് നോക്കി ഇത് തന്നെയാണോ, സീരിയൽ നമ്പർ അന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് വന്ന്. അപ്പോൾ നമ്മുടെ ആട്ടോ ഇത് കൺഫേം ചെയ്ത് സാധനങ്ങളൊക്കെ എടുത്ത് ഫിറ്റ് ചെയ്ത്. പിന്നെ കുറേ പ്രൊസീജിയർ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഡോറിൻ്റെ ലോക്കിന് ചെറിയൊരു കംപ്ലയിൻറ്റ്, അത് ശരിയാക്കി. അപ്പോഴത്തേക്ക് എനിക്ക് ഡിലേ ടൈം പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ചേട്ടൻ്റെ അടുത്ത് നമുക്കെങ്കിൽ കുറച്ച് പരിപാടി അവിടെ നിർത്തിയിട്ട് ബാക്കി നമുക്ക് ചാവി വാങ്ങിച്ചിട്ട് എന്നെ ഇങ്ങ് കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ പിന്നെ വന്ന് വണ്ടി എടുത്തത്. അത് കുറച്ച് ചെക്ക് ഒക്കെ ചെയ്ത് ബാക്കിൽ എന്തരോ ഒരു സാധനമൊക്കെ ഫിറ്റ് ചെയ്ത് കുറേ പരിപാടികളുണ്ടായിരുന്നു. കുറേ നേരം നിന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ആട്ടോ എടുക്കുമ്പോൾ ഇവന് 3 മാസം, 4-5 മാസം എങ്ങാണ്ടായിരുന്നു തോന്നുന്നു. 4-5 മാസം അതിനകത്തേ വരുത്തുള്ളൂ. അപ്പോൾ അന്ന് ഇവനെ കൊണ്ടുവന്നായിരുന്നു. അതുകൊണ്ടാണ് ഈ ആട്ടോ എടുക്കുമ്പോഴേ നമ്മൾ 3 പേരും വേണം ചാവി വാങ്ങണമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ വന്നത്. അങ്ങനെ 3 ടയറിൻ്റെ ബാക്കിലും വെറ്റിലും നാരങ്ങയൊക്കെ വെച്ച് നമ്മൾ വെച്ചിട്ട് എടുക്കുന്നത്. അങ്ങനെയാണല്ലോ പുതിയൊരു വണ്ടി. അങ്ങനെ വെച്ച് നമ്പർ പ്ലേറ്റ് ഒന്നും ഇട്ടില്ലായിരുന്നു. അതൊക്കെ വരുന്നതേ ഉള്ളൂ പോസ്റ്റ് വഴി. അങ്ങനെ നമ്മൾ 3 പേരും കൂടി അവിടുത്തെ മെക്കാനിക്കാണിത്. അങ്ങനെ മെക്കാനിക്കിൻ്റെ നിന്ന് വാങ്ങിച്ചു. വലിയ ചാവി ഉണ്ടല്ലോ, പേപ്പറിൻ്റെ ചാവി, അത് സംഭവം ഇല്ലായിരുന്നു. അത് ഒടിഞ്ഞു പോയി. അങ്ങനെ അതില്ലായിരുന്നു. അതിനൊന്നും വിഷമമില്ല, നമ്മുടെ സന്തോഷമല്ലേ. നമുക്കൊരു വണ്ടി കിട്ടുന്ന ചാവിയിലൊക്കെ എന്ത് ഇരിക്കുന്നു, വണ്ടീൻ്റെ ചാവി ഉണ്ടല്ലോ, അത് മതി. പിന്നെ ചേട്ടൻ കയറി വണ്ടി ചെറുതായിട്ട് സ്റ്റാർട്ടാക്കി ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നു. നാരങ്ങയൊക്കെ വെച്ച് ദൈവത്തിനോട് പ്രാർത്ഥിച്ച് വണ്ടിയൊക്കെ എടുത്ത് ഭയങ്കര സന്തോഷമായി. ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായി. പിന്നെ വണ്ടി നേരെ കൊണ്ടുവന്ന് നമ്മൾ അമ്പലത്തിൽ കൊണ്ടുവന്ന് പൂജിച്ചു. കാരണം പുതിയൊരു വണ്ടി എടുക്കുമ്പോൾ അമ്പലത്തിലൊക്കെ കൊണ്ടുവന്ന് പൂജിക്കണ്ടേ. അങ്ങനെ കൊച്ചും ചേട്ടനും കൂടിയാണ് പോയത്. അന്ന് എനിക്കത് ഒട്ടും വയ്യായിരുന്നു. അങ്ങനെ കിടക്കുകയായിരുന്നു വീട്ടിൽ. അങ്ങനെ കൊച്ചിനെയും ചേട്ടനും കൂടി വന്ന് പൂജിച്ചു. നല്ല രീതിക്കെല്ലാം വീഡിയോ എല്ലാവരും കണ്ടില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അങ്ങനെ ഞങ്ങളുടെ ലൈഫിലടുത്ത അച്ചീവ്മെൻ്റ് ആയിരുന്നു അത്. ഇനിയും ഓരോ ഉയരങ്ങളിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇനിയും കുറച്ച് വിശേഷങ്ങളും കൂടി പറയാനുണ്ട്. പോകെ പറയാം. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ബൈ.